നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. അഞ്ചലിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിൽ അന്വേഷണം ഇഴയുന്നു. കുഴക്കുന്നത് പെൺകുട്ടികളുടെ മൊഴിമാറ്റമെന്ന് പോലീസ്. കൈക്കൂലി കൊടുക്കാനില്ലെന്ന് പെൺകുട്ടിയുടെ മാതാവ്. വാഹനാപകടത്തിൽ മരിച്ച CPI നേതാവിന്റെ മൃതദേഹം സംസ്കരിച്ചു. അഴിമതിക്കാരനായ വൈസ് പ്രസിഡന്റിനൊപ്പം തുടരാനാവില്ലെന്ന് പത്തനാപുരം ഗ്രാമപഞ്ചായത്തിലെ UDF അംഗങ്ങൾ. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിൽ നിന്ന് UDF-കാർ ഇറങ്ങിപ്പോയി. വാർത്തകൾ വിശദമായി. അഞ്ചലിൽ പ്രായപൂർത്തിയാകാത്ത 3 പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിൽ അന്വേഷണം വഴിമുട്ടി. പെൺകുട്ടികൾ മൊഴിമാറ്റിയതാണ് അന്വേഷണത്തിന് തടസ്സമായതെന്ന് പോലീസ് പറഞ്ഞു. അതേസമയം കേസ് അന്വേഷിപ്പിക്കാൻ തങ്ങൾക്ക് കൈക്കൂലി നൽകാൻ ശേഷിയില്ലെന്ന് പെൺകുട്ടിയുടെ മാതാവ് പറഞ്ഞു. അഞ്ചൽ ചണ്ണപ്പേട്ട കുറവന്തേരി സ്വദേശിനികളായ 3 പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അഞ്ചൽ CIയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം എങ്ങുമെത്താതെ നീളുന്നു. 6, 9, 12 വയസ്സുള്ള പെൺകുട്ടികളാണ് പീഡനത്തിനിരയായത്. ഇതിൽ 12 വയസ്സുകാരി ഗർഭിണിയാണ്. പെൺകുട്ടി കരിക്കോടുള്ള വനിതാ മന്ദിരത്തിലാണ് ഇപ്പോൾ. പെൺകുട്ടിയെ ക്ഷീണിതയായി കണ്ടതിനെ തുടർന്ന് അധ്യാപകർ വിവരങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് പീഡന വാർത്ത പുറത്തുവന്നത്. 15 ദിവസങ്ങൾക്ക് മുമ്പ് അധ്യാപകർ തന്നെയാണ് പോലീസിൽ വിവരമറിയിച്ചത്. പെൺകുട്ടികൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സമീപവാസിയായ യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത ശേഷം വിട്ടയക്കുകയായിരുന്നു. പെൺകുട്ടികൾ മൊഴിമാറ്റി പറയുന്നതാണ് കേസന്വേഷണത്തെ വഴിമുട്ടിക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത്. 12-കാരിയുടെ മാതാവ് പോലീസിൽ അന്വേഷിച്ചപ്പോൾ ലഭിച്ച മറുപടി ഇങ്ങനെ: പീഡിപ്പിച്ചതായി കുട്ടികൾ ആദ്യം പറഞ്ഞ ബന്ധുവായ അയൽവാസിയുടെ പേരല്ല ഇപ്പോൾ പറയുന്നത്. 12 വയസ്സുകാരിയുടെ അപ്പച്ചിയുടെ മകനായ ചെറുപ്പക്കാരനാണ് പീഡിപ്പിച്ചതെന്നും ഇയാളുടെ നിർദ്ദേശപ്രകാരമാണ് കുട്ടികൾ അയൽവാസിയായ യുവാവിന്റെ പേര് പറഞ്ഞതെന്നുമാണ് പെൺകുട്ടികളുടെ ഇപ്പോഴത്തെ മൊഴി. ഇപ്പം പോയി അന്വേഷിച്ചപ്പം പറഞ്ഞത് മാമനല്ല, ഇതേപോലെ വിഷ്ണു അണ്ണൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ കൊച്ചച്ഛൻ്റെ പേര് പറഞ്ഞത്. അങ്ങനെയാണ് ഇപ്പോഴത്തെ പറച്ചിൽ വന്നിരിക്കുന്നത്. ഈ കൊച്ചുകുട്ടികൾ ഇപ്പോഴും പറയുന്നത് എന്താണ്? കൊച്ചുകുട്ടി ഇപ്പം പറയുന്നത് പക്രുവണ്ണം പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞത്. പക്രുവണ്ണൻ ജയിലിൽ മൊബൈലിനകത്ത് വിളിക്കാറുണ്ടായിരുന്നു. ആ മൊബൈലിനകത്ത് വിളിക്കപ്പം ആർച്ചേച്ചിരയിൽ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ആർച്ചേച്ചിരയിൽ കൊണ്ടു കൊടുക്കും ഞങ്ങൾ. അങ്ങനെ കൊച്ചുങ്ങളവിടെ പറഞ്ഞിരിക്കുന്നു. എന്നാൽ രണ്ടാമത് കുട്ടികൾ പറഞ്ഞ പേരുകാരനെ കണ്ടെത്താൻ പോലീസിന് ഇനിയും കഴിഞ്ഞിട്ടില്ല. കൈക്കൂലി നൽകി കേസ് അന്വേഷിപ്പിക്കുന്നതിന് ശേഷിയില്ലാത്തവരാണ് കൂലിവേലക്കാരായ തങ്ങളെന്ന് 12 വയസ്സുകാരിയുടെ മാതാവ് പറയുന്നു. ഞാൻ എന്തോ സാറേ പറയേണ്ടത്? നീ കൈക്കൂലി കൊടുത്ത് അവരെ സഹായിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് കൈക്കൂലി കൊടുക്കാനും അറിയത്തില്ല, നമുക്ക് ആളുമില്ല. അതുകൊണ്ട് നമ്മളെങ്ങനെ പറയുന്നത്? നമ്മളെല്ലാം ഇത്രയും സംഭവിച്ച് ഏകപ്പെട്ട സംഭരാൻ്റെ കൂടെ നമ്മളിത് മൊത്തവും പറയുന്നത്. പരാതി നൽകി ആഴ്ചകൾ പിന്നിടുമ്പോഴും അഞ്ചൽ CIയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇരുട്ടിൽ തപ്പുകയാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കുളത്തൂപ്പുഴയിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പിടിയിലായ ദീപുഷാനെ പുനലൂർ കോടതിയിൽ ഹാജരാക്കി. യുവതിയെ മാനഭംഗപ്പെടുത്തിയെന്ന കേസിലാണ് ഇത്. കുളത്തൂപ്പുഴയിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ കേസിൽ പിടിയിലായ യുവതിയുടെ കാമുകൻ ദീപുഷാനെ യുവതിയെ മാനഭംഗപ്പെടുത്തിയെന്ന കേസിൽ പുനലൂർ കോടതിയിൽ ഹാജരാക്കി. നേരത്തെ ശിശുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിൽ കോടതി ഇയാളെ റിമാൻഡ് ചെയ്തിരുന്നു. തന്നെ ദീപുഷാൻ മാനഭംഗപ്പെടുത്തിയതായി പെൺകുട്ടി കോടതിയിൽ മൊഴി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ദീപുഷാനെതിരെ പുതിയ കേസ് ചാർജ് ചെയ്തിരുന്നു. ഈ കേസിലാണ് വെള്ളിയാഴ്ച ഇയാളെ ഹാജരാക്കിയത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വെളിയം വിദ്യാഭ്യാസ ഉപജില്ലാ കായികമേളയിൽ വാളകം MTHS ചാമ്പ്യന്മാരായി. 19 സ്കൂളുകളാണ് മേളയിൽ പങ്കെടുത്തത്. തേവന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാമതെത്തി. വെളിയം വിദ്യാഭ്യാസ ഉപജില്ലാ കായികമേളയിൽ വാളകം MTHS ഓവറോൾ ചാമ്പ്യന്മാരായി. 219 പോയിന്റ് നേടിയാണ് സ്കൂൾ ഒന്നാമതെത്തിയത്. കൊട്ടാരക്കര ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ നടക്കേണ്ടിയിരുന്ന മത്സരം ചൊവ്വ ബുധൻ ദിവസങ്ങളിലേക്ക് മാറ്റിയിരുന്നു. സാങ്കേതിക കാരണങ്ങളാലാണ് മത്സരങ്ങൾ മാറ്റിവെച്ചത്. വെളിയം വിദ്യാഭ്യാസ ഉപജില്ലയിലെ വിവിധ സ്കൂളുകളിലെ കുട്ടികൾ മത്സരങ്ങളിൽ പങ്കെടുത്തു. അത്ലറ്റിക്സിലും ത്രോ ഇനങ്ങളിലും കുട്ടികൾ മികച്ച നിലവാരം പുലർത്തിയതായി സംഘാടകർ പറഞ്ഞു. ഉപജില്ലാ മത്സരങ്ങളിൽ വിജയിച്ചവർ ജില്ലാ മത്സരങ്ങൾക്കുള്ള തയ്യാറെടുപ്പിലാണ്. തേവന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 209 പോയിന്റോടെ രണ്ടാം സ്ഥാനവും കുഴിമത്തിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 140 പോയിന്റോടെ മൂന്നാം സ്ഥാനവും നേടി. സബ് ജില്ലയിലെ 19 സ്കൂളുകളാണ് മത്സരങ്ങളിൽ പങ്കെടുത്തത്. നടക്കുന്നു. പാർട്ടിസിപ്പൻസ് അടുത്തായി എത്രയും പെട്ടെന്ന് ഇതേ ഗ്രൗണ്ടിൽ കൊട്ടാരക്കര ഉപജില്ലയുടെ കായികമേള മത്സരങ്ങൾ നടക്കുക. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. ദീപാവലിയെ വരവേൽക്കാൻ കിഴക്കൻ മേഖല ഒരുങ്ങി. ഏറെ നിയന്ത്രണങ്ങളുണ്ടെങ്കിലും പടക്ക വിപണികൾ സജീവമാണ്.
ദീപാവലിയെ വരവേൽക്കാൻ പടക്ക വിപണി സജീവമായി. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് പടക്കം വാങ്ങുന്നവരുടെ വൻ തിരക്കാണ് പുനലൂരിൽ അനുഭവപ്പെടുന്നത്. കേരളത്തിൽ ദീപാവലി ആഘോഷം മറ്റു സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വിപുലമല്ലെങ്കിലും ഇക്കുറി പൊടി പൊടിക്കുമെന്ന് പടക്ക വിപണി സൂചിപ്പിക്കുന്നു. വ്യാഴാഴ്ച മുതൽ പടക്ക വിപണി സജീവമായിരുന്നു. തമിഴ്നാട്, ബംഗാൾ, ബീഹാർ സ്വദേശികളാണ് പടക്കം വാങ്ങാനെത്തുന്നവരിൽ ഏറിയ പങ്കും. വിപണി പിടിച്ചെടുക്കാൻ മുൻവർഷങ്ങളിലേതുപോലെ വ്യത്യസ്തമായ പടക്കങ്ങൾ ഇക്കുറി വിപണിയിലില്ലെന്ന് കച്ചവടക്കാർ പറയുന്നു. പുതിയ ഈ സൈസിൽ എല്ലാ വിൽക്കുന്ന സാധനം മാത്രമേ ഉള്ളൂ. പുതിയ ഐറ്റം പ്രത്യേകം പുതിയ ഐറ്റങ്ങളൊന്നുമില്ല. വിലക്കുറവല്ലോ? വിലക്കുറവുണ്ട്. കഴിഞ്ഞ വർഷത്തെ അതേ വിലയാണ്. വില കൂടുതലൊന്നുമില്ല. എല്ലാ പടക്കുന്നതും അതേ വില അല്ല. അതൊക്കെ ഐറ്റം എല്ലാ ഐറ്റം പറഞ്ഞു വേണ്ടല്ലോ. കച്ചവടം വലിയ കുഴപ്പമില്ല. പിന്നെ ചക്രം, ഇത് ചക്രം, കമ്പിത്തിരി, പിന്നെ യൂണിക്കിന്റെ ചാട്ട, ചൈന പടക്കങ്ങളും വിപണിയിലില്ല. ശിവകാശി പടക്കങ്ങളാണ് വിപണി കൈയടക്കിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വാഹനാപകടത്തിൽ മരിച്ച സിപിഐ പുനലൂർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം ശ്രീരാജിന്റെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ഉച്ചയോടെ സിപിഐ പുനലൂർ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ പ്രമുഖർ അന്ത്യോപചാരം അർപ്പിച്ചു. വാഹനാപകടത്തിൽ പരിക്കേറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞുവന്ന വിളക്കുവട്ടം കലാഭവനിൽ ശ്രീരാജിന്റെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. സിപിഐ പുനലൂർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു. എഐവൈഎഫ് പുനലൂർ ഈസ്റ്റ് മുനിസിപ്പൽ പ്രസിഡന്റ്, പുനലൂർ മണ്ഡലം കമ്മിറ്റി അംഗം, സിപിഐ പുനലൂർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച 10 മണിയോടെ സിപിഐ പുനലൂർ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്ത് നിരവധി പേർ അന്ത്യോപചാരമർപ്പിക്കാൻ എത്തിയിരുന്നു. പുനലൂർ എംഎൽഎ അഡ്വക്കേറ്റ് കെ രാജു, സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം PS സുപാൽ, NREGS സംസ്ഥാന പ്രസിഡന്റ് ചെങ്ങറ സുരേന്ദ്രൻ, CPM പുനലൂർ ഏരിയ സെക്രട്ടറി MA രാജഗോപാൽ, പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ ഗ്രേസി ജോൺ തുടങ്ങിയവർ അനുശോചനം അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂരിൽ ഓട്ടോറിക്ഷ തോട്ടിലേക്ക് മറിഞ്ഞ ഡ്രൈവർക്ക് ഗുരുതര പരിക്ക്. ഇയാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ വെട്ടിപ്പുഴ തോട്ടിലേക്ക് മറിഞ്ഞ ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം പുലർച്ചെ MLA റോഡിൽ കാരുണ്യ ആശുപത്രിക്ക് സമീപത്തെ വളവിൽ മറ്റൊരു വാഹനത്തിന് സൈഡ് നൽകുമ്പോൾ ഇടതുവശത്തെ മതിലിടിച്ച് വലതുവശത്ത് തോട്ടിലേക്ക് ഓട്ടോ മറിയുകയായിരുന്നു. വിളക്കുടി സുരേഷ് ഭവനിൽ R വിനോദിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഓട്ടോറിക്ഷ. വിനോദ് എന്ന യുവാവാണ് വാഹനം ഓടിച്ചിരുന്നത്. ഇയാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വിദ്യാർത്ഥികളിൽ ജനാധിപത്യ ഭരണ സംവിധാനം സംബന്ധിച്ച അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ പുനലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ യൂത്ത് പാർലമെന്റ് സംഘടിപ്പിച്ചു. കേരള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ പുനലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ യൂത്ത് പാർലമെന്റ് സംഘടിപ്പിച്ചു. രാജ്യത്തെ ഭരണ സംവിധാനത്തെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനം, പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ, നിയമനിർമ്മാണ നടപടിക്രമങ്ങൾ തുടങ്ങി പാർലമെന്റിലെ പതിവുകൾ ഇവിടെ വിദ്യാർത്ഥികൾ പുനരാവിഷ്കരിച്ചു. സബ്സിഡിക്ക് ആധാർ നിർബന്ധമാക്കൽ, ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ പാക് ചർച്ച എന്നിവ ചോദ്യോത്തരവേളയെ സജീവമാക്കി. ഫേസ്ബുക്ക്, ട്വിറ്റർ തുടങ്ങിയ നവസാമൂഹ്യ മാധ്യമങ്ങൾ വഴിയുള്ള പ്രചാരണങ്ങൾ പങ്കുവഹിച്ചതായി ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഏതെങ്കിലും സോഷ്യൽ മീഡിയയുടെ പ്രവർത്തനം നിരോധിക്കുന്നതിന് സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ടോ? സോഷ്യൽ മീഡിയയുടെ മേൽ എന്തെല്ലാം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്? സോഷ്യൽ മീഡിയയുടെ പ്രവർത്തനം നിരോധിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗം തടയുന്നതിന് ചില കർശനമായ നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നു. ഫേസ്ബുക്ക്, ട്വിറ്റർ തുടങ്ങിയ സോഷ്യൽ മീഡിയയിലൂടെ മതസൗഹാർദ്ദം തകർക്കുകയും വിദ്വേഷം പരത്തുകയും ചെയ്യുന്ന തരത്തിലുള്ള പോസ്റ്റിംഗ്സ് പ്രചരിപ്പിക്കുന്നത് ബ്ലോക്ക് ചെയ്യുന്നതിന് സേവനദാതാക്കൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
നിർദ്ദേശം ലംഘിക്കുന്നവർക്കെതിരെയും സേവനദാതാക്കൾക്കെതിരെയും IT ആക്ട് പ്രകാരവും സൈബർ കുറ്റങ്ങൾ തടയുന്ന നിയമപ്രകാരവും കർശന നടപടി സ്വീകരിക്കുന്നതാണ്. PTA പ്രസിഡന്റ് ബാബുരാജ് യൂത്ത് പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ KR ഗോപകുമാർ, പാർലമെന്ററി ലിറ്ററസി ക്ലബ് കോർഡിനേറ്റർ അബ്ദുൽ മനാഫ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വൈസ് പ്രസിഡന്റ് കെ ദിലീപ് കുമാറിനെതിരെ പ്രതിഷേധിച്ച് പത്തനാപുരം ഗ്രാമപഞ്ചായത്തിലെ UDF അംഗങ്ങൾ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അഴിമതി ആരോപണ വിധേയനായ ദിലീപ് കുമാറിനെതിരെ UDF പ്രതിഷേധം തുടരുകയാണ്. അഴിമതി ആരോപണ വിധേയനായ പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ കെ ദിലീപ് കുമാറിനൊപ്പം ഗ്രാമപഞ്ചായത്തിന്റെ ധനകാര്യ കമ്മിറ്റിയിൽ തുടരാനാകില്ലെന്ന് അറിയിച്ചാണ് UDFിലെ ധനകാര്യ കമ്മിറ്റി അംഗങ്ങൾ ഇറങ്ങിപ്പോയത്. ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ അതിലെ ഉദ്യോഗസ്ഥർക്ക് അതിനെ രേഖപ്പെടുത്തുന്നതിനും അതിനെ മനുഷ്യരെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലുള്ള തിരിച്ചുള്ള മറുപടി തന്നെ മനുഷ്യരെ ആക്ഷേപിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ വൈസ് പ്രസിഡന്റ് ഞങ്ങൾ പെരുമാറിയത്. ഇത് ഞങ്ങൾക്ക് ഒട്ടും ഇതിനെ അനുകൂലിക്കാൻ പറ്റില്ല. ഞങ്ങൾ ഇതിനെ ശക്തമായി നേരിടും. ഇതുകൊണ്ടൊന്നും ഞങ്ങളെ ഓലപ്പാമ്പ് കൊണ്ടൊന്നും പേടിപ്പിക്കാമെന്ന് ആരും ധരിക്കേണ്ട എന്ന് ഞാൻ ഈ സമയത്ത് പ്രത്യേകമാണ്. കമ്മിറ്റി ബഹിഷ്കരിച്ച ഉസ്മാൻ സാഹിബ്, ബ്രിജിത് ഡെന്നി, OM ജമാൽ, ഗിരിജ മോഹൻ, പടിഞ്ഞാറ്റേതിൽ നൂർജഹാൻ എന്നിവർ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധമുയർത്തി. അഴിമതിക്ക് ഒരു പഞ്ചായത്ത് പ്രസിഡന്റും അതിന്റെ ചില ഉദ്യോഗസ്ഥന്മാരുമാണ് ഈ പത്തനാപുരം ഗ്രാമപഞ്ചായത്ത്. വളരെ കുത്തഴിഞ്ഞ രീതിയിലാണ് ഈ പഞ്ചായത്ത് പ്രവർത്തനം നടത്തുന്നത്. ഞങ്ങൾ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാർ ഞങ്ങളുടെ അവകാശമാണ്. ഒരു കമ്മിറ്റിയിൽ നിങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ ആ വിയോജിപ്പ് ഞങ്ങൾ ആ കമ്മിറ്റിയിൽ പറയുമ്പോൾ ആ വിയോജിപ്പ് രേഖപ്പെടുത്തുവാനുള്ള നിയമപരമായ രേഖപ്പെടുത്തുവാനുള്ള ബാധ്യതയുണ്ട് ആ കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നത്. അത് ചെയ്യാതെ, അതുപോലും ചെയ്യാതെ, ആ അഭിപ്രായം പോലും രേഖപ്പെടുത്താതെ ഏകപക്ഷീയമായി കഴിയില്ല എന്ന അല്ലെങ്കിൽ നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടിറങ്ങി പോവുകയാണ് കമ്മിറ്റിയിലെ ചെയർമാനും പ്രസിഡന്റും ഉൾപ്പെടെ ചെയ്തത്. ഇതിനെതിരെ UDF ശക്തമായി പ്രതിഷേധം അറിയിക്കുന്നു. ഇവിടെ പഞ്ചായത്തിന്റെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എല്ലാ മാസവും കൃത്യമായി കൂടി വരവ് ചെലവ് കണക്കുകൾ പാസ്സാക്കേണ്ടതാണ്. അതിനോട് UDFിലെ അംഗങ്ങൾ സഹകരിക്കാതിരിക്കുന്ന സമീപനം ഉണ്ടായപ്പോൾ നോട്ടീസിൽ ഒപ്പിടാൻ പോലും തയ്യാറാകാതിരുന്നപ്പോൾ അവർക്ക് രജിസ്റ്റേർഡ് നോട്ടീസ് അയക്കുകയും ഇന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൂടുകയും ചെയ്തതാണ്. അപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൂടി അജണ്ട ചർച്ച ചെയ്യാൻ സമയമായപ്പോഴേക്കും UDFിലെ ചില അംഗങ്ങൾ പഞ്ചായത്തിൻ്റെതല്ലാത്ത, പഞ്ചായത്തുമായി യാതൊരു ബന്ധവുമില്ലാത്ത, പഞ്ചായത്തിന് പുറത്ത് നടന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യണമെന്നും പഞ്ചായത്തിന് പുറത്തുള്ള ഇതുപോലെ സ്വയംഭരണാധികാരമുള്ള ഒരു സ്ഥാപനത്തിലെ കാര്യങ്ങൾ ഈ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ആര് പറഞ്ഞാലും അംഗീകരിക്കാൻ ഒക്കുന്ന കാര്യമല്ല. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ജീവിച്ചിരുന്നെങ്കിൽ ലോകത്തെ മികച്ച ഭരണാധികാരികളിൽ പ്രധാനിയാവുമായിരുന്നു ഇന്ദിരാഗാന്ധിയെന്ന് പ്രയാർ ഗോപാലകൃഷ്ണൻ. ചടയമംഗലത്ത് സംഘടിപ്പിച്ച ഇന്ദിരാ അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യൂത്ത് കോൺഗ്രസ് കൊല്ലം പാർലമെന്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 31ാമത് ഇന്ദിരാഗാന്ധി അനുസ്മരണം സംഘടിപ്പിച്ചു. ജീവിച്ചിരുന്നെങ്കിൽ ഇന്ദിരാഗാന്ധി ലോകം കണ്ട ഭരണാധികാരികളിൽ പ്രധാനിയായനെയെന്ന് അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത മുൻ MLA പ്രയാർ ഗോപാലകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. 2 രൂപ കൊടുത്താൽ ഗോതമ്പ് കിട്ടുന്നു, 1 രൂപ കൊടുത്താൽ പയറുവർഗ്ഗം കിട്ടുന്നു. ഇത് ഒരു വലിയ വിപ്ലവാത്മകമായ നടപടിയാണ്. ഈ നടപടി എങ്ങനെ ഇതര രാഷ്ട്രങ്ങൾ വീക്ഷിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് ഇതര രാഷ്ട്രങ്ങളിൽ നിന്ന്, രാജ്യങ്ങളിൽ നിന്ന് ഇതിന്റെ മന്ത്രി KV തോമസിനെ വിളിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഓഫീസിൽ അതിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞ ഒരാൾ എന്ന നിലയിൽ എനിക്ക് വളരെ അഭിമാനകരമായി ഇന്ദിരാഗാന്ധിയുടെ ആ മുദ്രാവാക്യം പ്രാവർത്തികമാക്കിയതിൽ വന്നേക്കും. ഇന്ന് നമ്മുടെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ്, അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് തീവ്രവാദത്തിനെതിരായി, അതുപോലെ വർഗീയതയ്ക്കെതിരായി ഈ ദിനത്തെ കാണുവാനുള്ള ആഹ്വാനം നൽകിയിരിക്കുന്നു. ആഹ്വാനത്തിന്റെ പ്രതിഫലനമാണ് യൂത്ത് കോൺഗ്രസിന്റെ പാർലമെന്ററി സമിതി അധ്യക്ഷനടക്കമുള്ള നേതാക്കന്മാരിവിടെ വന്നത്. യൂത്ത് കോൺഗ്രസ് കൊല്ലം പാർലമെന്റ് പ്രസിഡന്റ് SJ പ്രേംരാജ് അധ്യക്ഷനായി. പ്രവർത്തകർ ചടയമംഗലത്തെ ഗാന്ധി പ്രതിമയ്ക്ക് സമീപം ഇന്ദിരാഗാന്ധിയുടെ ഫോട്ടോയിൽ പുഷ്പാർച്ചന നടത്തി. യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് RC അജീഷ്, വൈസ് പ്രസിഡന്റ് കണ്ണൻ GV, യുവജനക്ഷേമ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് VT സിബി, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് VO സാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചടയമംഗലം. കുന്നിക്കോട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മാമിസാർ അനുസ്മരണം ഡോക്ടർ പ്രതാപവർമ്മ തമ്പാൻ ഉദ്ഘാടനം ചെയ്തു. പൊതുരംഗത്തെ മാതൃകാ വ്യക്തിത്വമായിരുന്നു മാമിസാറെന്ന് അദ്ദേഹം അനുസ്മരിച്ചു.
കോൺഗ്രസ് നേതാവും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനും അധ്യാപകനും നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്ഥാപകനുമായിരുന്ന പി രാമചന്ദ്രൻ എന്ന മാമിസാറിനെ കോൺഗ്രസ് പ്രവർത്തകർ അനുസ്മരിച്ചു. കുന്നിക്കോട് നടന്ന അനുസ്മരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം DCC പ്രസിഡന്റ് ഡോക്ടർ പ്രതാപ് വർമ്മ തമ്പാൻ നിർവഹിച്ചു. പൊതുപ്രവർത്തന രംഗത്തെ മാതൃകാ വ്യക്തിത്വമായിരുന്നു മാമിസാറെന്ന് അദ്ദേഹം അനുസ്മരിച്ചു. ഈ നാട്ടിലെ നല്ലവരായ എല്ലാ സുമനസ്സുകൾക്കും പുറത്താണിയായി അദ്ദേഹത്തെ സമീപിക്കാൻ കഴിയുന്ന തരത്തിൽ അദ്ദേഹം വളരെ നിറസാന്നിധ്യമായി നമ്മുടെ ഈ മേഖലയുടെ ഏറ്റവും ശക്തനായ നേതാവായി അദ്ദേഹം അക്കാലം അത്രയും പ്രവർത്തിച്ചു. പുതിയ തലമുറയിലെ പൊതുപ്രവർത്തകർ മാമിസാറിനെ പോലുള്ളവരെ മാതൃകയാക്കണമെന്ന് മുൻ MLA പുനലൂർ മധു പറഞ്ഞു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ ശക്തിപ്പെടുത്തിയത് മാമിസാറായിരുന്നുവെന്ന് DCC ജനറൽ സെക്രട്ടറി CR നജീബ് പറഞ്ഞു. DCC സെക്രട്ടറി അലക്സ് മാത്യു, N ജയചന്ദ്രൻ, UDF നിയോജക മണ്ഡലം ചെയർമാൻ ബാബു മാത്യു, ജില്ലാ ബാങ്ക് ഡയറക്ടർ പള്ളിത്തോപ്പിൽ ഷിബു, കുന്നിക്കോട് ഷാജഹാൻ, തലവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വടകോട് മോനച്ചൻ, മേലില സോമു, G രാധാമോഹൻ, JM ഷൈജു, പത്മഗിരീഷ് എന്നിവർ സംസാരിച്ചു. J ഷാജഹാൻ അധ്യക്ഷനായി. പൊതുപ്രവർത്തകരുടെ മനസ്സിലെ ആരാധനാമൂർത്തിയായിരുന്നു മാമിസാറെന്ന് പ്രമുഖർ അനുസ്മരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ബലക്ഷയം മൂലം നാളുകൾക്ക് മുമ്പ് തന്നെ ഇടിഞ്ഞു തുടങ്ങിയ ചടയമംഗലം MGHSന്റെ മൺഭിത്തി നവീകരിക്കാൻ നടപടിയെടുക്കണമെന്ന് PTAയും വിദ്യാർത്ഥികളും ആവശ്യപ്പെട്ടു. ഇടയ്ക്കിടെ ഇടിഞ്ഞു വീഴുന്ന മതിൽ ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നത് പതിവാണ്. ചടയമംഗലത്തുനിന്ന് വെള്ളാർവട്ടത്തേക്കുള്ള റോഡിന്റെ ഓരത്ത് ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന MGHSന്റെ മൺഭിത്തി കുറേശ്ശെ ഇടിഞ്ഞു താഴുകയാണ്. സ്കൂളിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു തുടങ്ങിയിട്ട് വർഷങ്ങളായി. സ്കൂൾ കെട്ടിടങ്ങൾക്കും ഇത് ഭീഷണിയാകുന്നുണ്ട്. സ്കൂളിന്റെ മതിൽ ഇതാ ഇടിഞ്ഞു വീണ് കിടക്കുകയാണ്. ഇത് തീർത്തും വിദ്യാർത്ഥികൾക്ക് ഭീഷണിയാണ്. മാത്രമല്ല ഇനി ഇടിഞ്ഞു വീഴുകയാണെങ്കിൽ ഗതാഗതം തീർത്തും സ്തംഭിക്കും. വിദ്യാർത്ഥികളുടെ സുരക്ഷ തീർത്തും സ്കൂളിന്റെയും ജനങ്ങളുടെയും ആവശ്യമാണ്. അപ്പോൾ അതിനുവേണ്ടി മേൽ നടപടികൾ സ്വീകരിക്കണം. ഇടയ്ക്കിടെയുള്ള ഇടിച്ചിൽ പലപ്പോഴും ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെടുത്താറുണ്ട്. 15 മീറ്ററോളം ഉയരമുള്ള ഈ ഭിത്തിയുടെ പല ഭാഗങ്ങളും തകർന്നു കഴിഞ്ഞു. ഇവ റോഡിൽ വീണുകിടക്കുന്നത് പതിവ് കാഴ്ചയാണ്. കഴിഞ്ഞ മഴക്കാലത്ത് സ്കൂൾ ഗേറ്റിന്റെ ഒരു വശം റോഡിലേക്ക് വീഴുകയും ഒപ്പം വീണ മരങ്ങൾ ഗതാഗത തടസ്സം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. നിത്യവും ഈ കാഴ്ച കണ്ടിട്ടും നടപടി സ്വീകരിക്കാത്തത് ജനപ്രതിനിധികളുടെ അനാസ്ഥയാണെന്ന് PTAയും വിദ്യാർത്ഥികളും ചൂണ്ടിക്കാട്ടി. കടയ്ക്കൽ ലൈനിലുള്ള റോഡിന്റെ മണ്ണിടിച്ചിൽ വളരെ പ്രയാസകരമായിട്ടാണ് വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും നാട്ടുകാരും അനുഭവപ്പെടുന്നത്. അതിന് ഇവിടുത്തെ ജനപ്രതിനിധികളും മറ്റെല്ലാവരും പൗരസംഘടനകളും എല്ലാവരും ചേർന്ന് ഇതൊന്ന് കെട്ടിത്തരുന്ന വിധത്തിലുള്ള ഒരു സഹായം മൊത്തത്തിൽ ഈ PTA മെമ്പർ എന്ന നിലയിൽ ഞാൻ ആവശ്യപ്പെടുക. ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണിത്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് മഴക്കാലങ്ങളിൽ ഈ മതിലിടിഞ്ഞ് ഗതാഗതം സ്തംഭിക്കാറുണ്ട്. ഇതിനുവേണ്ടി ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നും ഈ സംരക്ഷണ മതിൽ കെട്ടിത്തരാൻ സഹായിക്കണം. ന്യൂസ് ബ്യൂറോ, ചടയമംഗലം. കാലിക പ്രസക്തിയുള്ള വിഷയങ്ങളെ ആസ്പദമാക്കി പത്തനാപുരം സെന്റ് മേരീസ് റെസിഡൻഷ്യൽ സ്കൂളിൽ ഏകദിന സെമിനാർ സംഘടിപ്പിക്കുന്നു. സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു. നവംബർ 4 പത്തനാപുരം സെന്റ് മേരീസ് ജൂനിയർ കോളേജിൽ വെച്ച് ഏകദിന ദേശീയ സെമിനാർ നടക്കും. സൈബർ മേഖലയിലെ ഉപയോഗവും ദുരുപയോഗവും എന്ന വിഷയത്തിലും ഇന്ത്യൻ നിയമവ്യവസ്ഥയെപ്പറ്റിയും ട്രാഫിക് നിയമങ്ങളെപ്പറ്റിയുമാണ് സെമിനാർ. ജില്ലാ കളക്ടർ B മോഹനൻ IAS, CI ജവഹർ ജനാട്ട്, DYSP മോഹൻ നവാസ് തുടങ്ങിയ പ്രമുഖർ സെമിനാറിൽ വിഷയാവതരണം നടത്തും. നവംബർ 4 ഏകദിന പഠന സമ്മേളനം അല്ലെങ്കിൽ പഠന ശില്പശാല നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇന്നത്തെ കമ്പ്യൂട്ടറിൻ്റെയും ഇന്റർനെറ്റിൻ്റെയും ഉപയോഗം വളരെ വലുതാണെന്ന് നമുക്കറിയാം. അതേസമയത്ത് തന്നെ അതിൻ്റെ ദുരുപയോഗവും വളരെ ഭീകരമായ അളവിൽ നടക്കുന്നു. അപ്പോൾ ആ ദുരുപയോഗത്തെ പറ്റി രക്ഷിതാക്കളെ ബോധവാന്മാരാകണം, അധ്യാപകരെ ബോധവാദികളാകണം, കുട്ടികളെ അത് നമ്മൾ ബോധവൽക്കരിക്കണം. അപ്പം കുട്ടികൾക്ക് അതിൻ്റെ ശരിയായ ഒരു ചിത്രം ഈ ഇന്റർനെറ്റിന്റെ ദുരുപയോഗം കൊണ്ട് എന്തെല്ലാം ദോഷങ്ങൾ ഭാവിയിൽ ഉണ്ടാകാം, അതുപോലെ നെറ്റ്വർക്ക് ഉപയോഗിച്ച് നമ്മളതിനകത്ത് പല നേട്ടങ്ങളും ഉണ്ടാക്കുമ്പോൾ അതുകൊണ്ട് എന്തെല്ലാം കോട്ടങ്ങളുണ്ടാകാം, എന്തെല്ലാം കാര്യങ്ങൾ അതിൽ നിന്ന് ഉപയോഗപ്രദമാക്കാം, എന്ത് കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് ഉപയോഗിക്കരുത്, ഈ കാര്യങ്ങളെ പറ്റിയുള്ള ഒരു ബോധവൽക്കരണ പഠന ദിനമാണ് നവംബർ 4. പത്തനാപുരം പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ പ്രൊഫസർ MT ജോർജ്,
വൈസ് പ്രിൻസിപ്പൽ ടി കുര്യാക്കോസ്, അധ്യാപകരായ ബിന്ദു, ഗീത, രഞ്ജിത്ത്, PTA ഭാരവാഹികളായ ജിജി ചെറിയാൻ, സജി, സുനിൽ പുന്നല എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ജനുവരിയിൽ ചടയമംഗലത്ത് സംഘടിപ്പിക്കുന്ന ജില്ലാ സ്കൂൾ കലോത്സവത്തിനുള്ള സ്വാഗത സംഘ രൂപീകരണ യോഗം 11-ന് ചടയമംഗലം MGHSSൽ സംഘടിപ്പിക്കും. ജനുവരി 3 മുതൽ 7 വരെ ചടയമംഗലത്ത് നടക്കുന്ന ജില്ലാ സ്കൂൾ കലോത്സവത്തിനുള്ള സ്വാഗത സംഘ രൂപീകരണ യോഗം 11-ന് ചടയമംഗലം MGHSSൽ നടത്താൻ തീരുമാനിച്ചതായി വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ CV ലിജി അറിയിച്ചു. ജില്ലാ സ്കൂൾ കലാമേളയുടെ പ്രധാന വേദികളായ ചടയമംഗലം MGHSS, പൂങ്കോട് ജെംസ് ഹൈസ്കൂൾ, മേടയിൽ ഗവൺമെന്റ് UPS, ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ, ശ്രീപത്മം പാലസ്, കൈരളി ഓഡിറ്റോറിയം എന്നിവിടങ്ങൾ DDEയും സംഘവും നേരിട്ട് കണ്ട് വിലയിരുത്തി. വിദ്യാഭ്യാസ വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ, അധ്യാപക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ സംഘത്തെ അനുഗമിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് R ഗോപാലകൃഷ്ണപിള്ള, MA സത്താർ, ലാലുകുമാർ, യൂസഫ് ചേലപ്പള്ളി, ഹാരിസ്, ബിജു, KR ദാമോദരൻ തുടങ്ങിയവർ DDEക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചടയമംഗലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അഞ്ചലിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിൽ അന്വേഷണം ഇഴയുന്നു. കുഴക്കുന്നത് പെൺകുട്ടികളുടെ മൊഴിമാറ്റമെന്ന് പോലീസ്. കൈക്കൂലി കൊടുക്കാനില്ലെന്ന് പെൺകുട്ടിയുടെ മാതാവ്. വാഹനാപകടത്തിൽ മരിച്ച CPI നേതാവിന്റെ മൃതദേഹം സംസ്കരിച്ചു. അഴിമതിക്കാരനായ വൈസ് പ്രസിഡന്റിനൊപ്പം തുടരാനാവില്ലെന്ന് പത്തനാപുരം ഗ്രാമപഞ്ചായത്തിലെ UDF അംഗങ്ങൾ. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിൽ നിന്ന് UDFകാർ ഇറങ്ങിപ്പോയി. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.